ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ നാളെയാണ്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണം, നമ്മൾ പഠിച്ചത് മാത്രമേ വരത്തുള്ളൂ, അത് ഉറപ്പാണ്. ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ എഴുതാനായിട്ട് പോവുക. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന മറ്റൊന്നുമല്ല, അവസാനം നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് പ്രിപ്പറേഷനാണ്. അപ്പോൾ നമ്മുടെ +1 ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ സ്ലൈഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമ്മ്യൂണിറ്റി ഇട്ട് തരാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് കൂടുന്നതനുസരിച്ച് മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരോട് വീഡിയോ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഡബിൾ പാസ് എന്നാണ് നിങ്ങൾ എന്താണ് തമ്പനിയിൽ കണ്ടു വന്നിരിക്കുന്നത്. എക്സാമിനേഷൻ എളുപ്പമാണെങ്കിൽ ഡബിൾ പാസ് അല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 80% മാർക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങളിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ മക്കളെ. യെസ്, നമ്മൾ ഓരോ ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് നമ്മൾ ഓടിച്ചോടിച്ച് പോവാണ്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന് വേണ്ടി നമ്മുടെ സൂപ്പർ 6 നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, അല്ലെങ്കിൽ കലാശക്കോട്ട് നിങ്ങൾ കണ്ടാൽ മാത്രം മതിയായിരിക്കും. റെഡി, നമുക്ക് നോക്കാം അല്ലേ. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. എല്ലാവരും പഠിച്ചിട്ട് പോകേണ്ടതാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞ ടോപ്പിക്ക്, അതിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അതിനുശേഷം പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി. എന്താണ് പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഈ സാധനം എന്തിൻ്റെ ഇതിൽ എന്ത് പ്രിൻസിപ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി എന്ന് ആൻസർ ചെയ്യാൻ മതി. അപ്പോൾ പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി എന്താണ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതിൻ്റെ ആപ്ലിക്കേഷന് വരുന്ന ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അറിഞ്ഞിരിക്കണം. ഇതൊരു എക്സാമ്പിളായിട്ട് F = mv² എന്താണ് 6 ആണ്. ചിലപ്പോൾ അത് സിമ്പിൾ പെൻഡത്തിൻ്റെ ആയിരിക്കാൻ ചോദിക്കുന്നത്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, നോക്കിയിട്ട് പോവുക. പിന്നെ പറ്റുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഡയമെൻഷൻ അനാലിസും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. അതിനുശേഷം വരുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഒരു ബോഡി മുകളിലോട്ട് വലിച്ചിരുന്നു, അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് വെലോസിറ്റി എന്താണ്, അതിൻ്റെ ആക്സിലറേഷൻ എന്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേടാ. അടുത്തത് പൊസിഷൻ ഡയഗ്രാഫിൻ്റെ സ്ലോപ്പാണ്, അതെന്തായിരിക്കും, വെലോസിറ്റി ആയിരിക്കും. ദെൻ അതിന് വരുന്നത് വെലോസിറ്റി ഡയഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആക്സിലറേഷൻ ആണ്. അതേപോലെ തന്നെ ഏരിയ അണ്ടർ വെലോസിറ്റി ഡയഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ദെൻ അതിനുശേഷം ഈ ഒരു ഡെറിവേഷൻ ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിട്ട് പോകേണ്ടതാണ്. S=ut + ½ ഡെറിവേഷൻ. ദെൻ പ്രൊജക്റ്റൈൽ മോഷനാണ്. പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. പരാബോളിക് പാത്താണ്. ഇത് നിങ്ങൾ ഉറപ്പായും 1 മാർക്കിന് ചോദിക്കുന്ന, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ 3 ഡെറിവേഷൻ ഉണ്ട്. ഈ 3 ഡെറിവേഷൻ പഠിച്ചിട്ട് എക്സാം ഹാളിൽ കയറാവുള്ളൂ. എപ്പോഴും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നതിന് ഏതെങ്കിലും ഒരു ഡെറിവേഷൻ എപ്പോഴും ചോദിക്കും. ചിലപ്പോൾ 2 ഡെറിവേഷൻ കമ്പൈൻ ചെയ്തായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള 3 ഡെറിവേഷനാണ്. ആ 3 ഡെറിവേഷൻ മക്കൾ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ എക്സാം ഹാളിലോട്ട് കയറാനായിട്ട് പോകാവുള്ളൂ. ഓക്കെ, മാക്സിമം ഹൈറ്റ്. അതിനുശേഷം അടുത്ത എന്താണ്, നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇൻ പ്യുവർ റൊട്ടേഷൻ മോഷൻ എവരി പാർട്ടിക്കിൾ ഓഫ് ദി ബോഡി ഹാവ് ദി സെയിം ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, എപ്പോഴും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. അതായത് ഒരു ബോഡി റൊട്ടേഷൻ മോഷനിലാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഈ രീതിയിലോ അല്ലെങ്കിൽ തിരിച്ചും മറിച്ചോ ഒക്കെ ചോദിക്കാം. ഇത്രയേ ഉള്ളൂ. ഒരു ബോഡി റൊട്ടേഷൻ മോഷനിലാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, ഒരു ബോഡി ട്രാൻസ്ലേഷൻ മോഷനിലാണെങ്കിൽ ലീനിയർ വെലോസിറ്റി എന്തായിരിക്കും, ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് പഠിച്ചിട്ട് പോവുക. എല്ലാ മാസും കോൺസെൻട്രേറ്റിംഗ് ഒരു ഇമാജിനറി പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് വെക്ടർ, ഡെഫിനിഷൻ ഓഫ് ടോർക്ക്, ടോർക്കിൻ്റെ ഇക്വേഷൻ, ടോർക്ക് എങ്ങനെയൊക്കെയാണ് കൂടുന്നത്, ടോർക്ക് മാക്സിമം എപ്പോഴാണ്, മിനിമം എപ്പോഴാണ്, ടോർക്ക് 0 ആകുന്നത് എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനായ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് ടോർക്ക്, ആംഗുലാർ മൊമെൻറ്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ്റെ ഡെറിവേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. പഠിച്ചിട്ട് മാത്രമേ എക്സാമിൽ കയറാൻ പാടുള്ളൂ. ദെൻ അടുത്ത് വരുമ്പോഴത്തേക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ ആപ്ലിക്കേഷനും എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ പഠിക്കാൻ വേണ്ടി ഈ ഒരു തന്ത്രം ഓർത്താൽ മതി. റേഡിയസ് കുറയുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കുറയും, ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള സാധനമാണ്. ഇനി അടുത്തത് നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് വരുന്നത്. വർക്ക് എനർജി ആൻഡ് പവറിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പോസിറ്റീവ്, നെഗറ്റീവ്, 0 വർക്ക്, ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. 2 മാർക്കിന് ഇവിടുന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. റെഡി. അതേപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് പോസിറ്റീവ്, നെഗറ്റീവ്, 0 വർക്ക് ഏതാണെന്ന് നിങ്ങൾ ആൻസർ ഇവിടെ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. റെഡി, ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സ്ലൈഡ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷൻ്റെ ആ ഒരു ഡെറിവേഷൻ A എന്ന് പറയുന്ന പോയിന്റിലും B എന്ന് പറയുന്ന പോയിന്റിലും C എന്ന് പറയുന്ന പോയിന്റിലും കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ട് പോവുക. MGH ആയിരിക്കും.
ഇനി കൊളീഷൻ, 3 തരം കൊളീഷൻ ഉണ്ട്. ആ 3 കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ, ഈ 3 കൊളീഷനിലും മക്കളെ ശ്രദ്ധിക്കുക, ആര് കൺസർവ് ആയിരിക്കും? മൊമെൻറ്റം കൺസർവ് ആയിരിക്കും. മൊമെൻറ്റം എല്ലാ കൊളീഷനിലും കൺസർവ് ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. റെഡി. അടുത്തത് നമ്മൾ ലോസ് ഓഫ് മോഷൻ വരുവാണെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് പഠിച്ചിട്ട് പോവുക. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഫോഴ്സിൻ്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നത്, ഫോഴ്സിനെ കുറിച്ച് ഐഡിയ തന്നത് എവിടെയാണ്? ഫസ്റ്റ് ലോ ഓഫ് മോഷനാണ്. അതിനുശേഷം ഇനർഷ്യ എന്താണെന്ന്, ടൈപ്പ് ഓഫ് ഇനർഷ്യയിൽ നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. മാസ് കൂടുമ്പോഴാണ് ഇനർഷ്യ എന്ത് ചെയ്യുന്നത്, കൂടുന്നതെന്ന് പഠിച്ചു വെക്കുക. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, അതിൻ്റെ ഡെറിവേഷൻ 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത് എക്സാമിനേഷന്. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അവിടെ ആംഗുലാർ മൊമെൻറ്റം, ഇവിടെ എന്താണ്, മൊമെൻറ്റമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഇത്രയും കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിന് കിട്ടുന്നതായിരിക്കും. പിന്നെ അവിടെ വരുന്നത് മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക്ഡ് റോഡും. ഈ 2 ഡെറിവേഷൻ മക്കളെ നിങ്ങൾ പഠിച്ചിട്ടോ. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ മാത്രം നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. റെഡി. അടുത്തത് ഗ്രാവിറ്റേഷനാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത്. യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ, അത് ചിലപ്പോൾ 2 മാർക്കിന് എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. പിന്നെ എന്താണ്, നമ്മുടെ ആൾട്ടിറ്റ്യൂഡ്, ഹൈറ്റിൻ്റെ ഡെറിവേഷനും പിന്നെ ഡെപ്തിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. പറ്റുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ അല്ലേ. പിന്നെ ഇവിടെ വരുന്നതാണ് എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി. ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും ചോദിക്കും, ഒന്നെങ്കിൽ ഓർബിറ്റൽ അല്ലെങ്കിൽ എസ്കേപ്പ്. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഓർബിറ്റൽ വെലോസിറ്റിയാണ്. ഈ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡെറിവേഷനും പഠിച്ചിട്ട് പോവുക. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എസ്കേപ്പ് വെലോസിറ്റി √2 ടൈംസ് എന്നാണ് ഓർബിറ്റൽ വെലോസിറ്റി. അത് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, നോക്കിയിട്ട് പോകണം. കെപ്ലേസിൻ്റെ 3 ലോ ഉണ്ട്. ഏതെങ്കിലും ഒരു ലോ ചോദിക്കാൻ ഞാൻ ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് പോവാം. ഹുക്സ് ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ലോ പഠിച്ചിട്ട് പോവാം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അവിടെ വരുന്ന മോഡുലസ് ഓഫ് വെലോസിറ്റിയുടെ 3 മോഡുലസ് ഓഫ് വെലോസിറ്റിയുടെയും ഇക്വേഷൻ മക്കളെ നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടതാണ്. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഗ്രാഫാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നിന്നും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരും. ഹുക്സ് ലോ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് വരുമ്പോൾ നമുക്ക് പാസ്കൽസ് ലോ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റിനെ കുറിച്ചും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോയാൽ നന്നായിരിക്കും. ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയേണ്ട കാര്യമില്ല. ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇത്തവണത്തെ മോഡൽ എക്സാമിന് ചോദിക്കാത്തതുകൊണ്ട് മേ ബി ചോദിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് സിമ്പിളായിട്ട് ഡെറിവേഷൻ എന്ത് ചെയ്യുക, നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേടാ. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ടും ചോദിക്കാറുണ്ട് എക്സാമിനേഷനെ. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം കേട്ടോ. റെഡി. അടുത്ത സ്റ്റോക്സ് ലോ ആണ്. 6π/RV, 6 പൈക്കിടാങ്ങളെ 6ൻ്റെ പക്കത്ത് കെട്ടിയിട്ടിരിക്കുന്നു. ആ ഒരു ഷോർട്ട് കട്ട് വെച്ച് ഈ ഇക്വേഷൻ പഠിച്ചു. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, വേറൊന്നും പഠിക്കേണ്ട. സർഫസ് ടെൻഷൻ എന്താണെന്നും സർഫസ് എനർജി റിലേഷൻ, സർഫസ് ടെൻഷൻ ഈക്വൽ ടു സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ആണ് നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കേണ്ടതാണ്. ആംഗിൾ ഓഫ് കോൺടാക്റ്റും മാർക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കേണ്ടതാണ് മക്കളെ. അതിനുശേഷം ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്പെറിക്കൽ ഡ്രോപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വാട്ടർ ഡ്രോപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പാണ്. അതിന് കാരണം എന്താണ്? ഡ്യൂ ടു സർഫസ് ടെൻഷനാണ്. അതുപോലെ തന്നെ പെയിൻറ്റ് ബ്രഷ് വെള്ളത്തിൽ മുക്കുമ്പോൾ ആ ബ്രഷ് അതിൻ്റെ ഹെയർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. കാരണം എന്താണ്? അതും സർഫസ് ടെൻഷൻ തന്നെയാണ്. പിന്നെ സർഫസ് ടെൻഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും മക്കളെ, കുറയും. അതുകൊണ്ടാണ് ഹോട്ട് സൂപ്പിന് ടേസ്റ്റിയർ ആകാൻ കാരണം. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ നമുക്കറിയാം, ക്യാപ്പിലറൈസിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് മാത്രം എക്സാമിൽ കയറാവുള്ളൂ. അടുത്തത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്താണെന്ന് നിങ്ങൾ അറിയണം. 4 ഡിഗ്രി സെൽഷ്യസിൽ അതിന് മിനിമം വോള്യൂമും മാക്സിമം എന്തായിരിക്കും ഡെൻസിറ്റി, ആ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. റീജലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ആ റീജലേഷൻ നോക്കിയിട്ട് പോവുക. പിന്നെ അടുത്ത വരുന്നതാണ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. എപ്പോഴും എക്സാമിന് കൺവെക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ, എപ്പോഴും അല്ല, കൺവെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ലാൻഡ് ബ്രീസും സീ ബ്രീസിൻ്റെയും. ഓക്കെ അല്ലേടാ, സീ ബ്രീസും ലാൻഡ് ബ്രീസും ചോദിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നീട് വരുമ്പോൾ തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് എല്ലാവരും പഠിച്ചിട്ട് പോവുക. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഐസോ തെർമൽ പ്രോസസ്സും അതേപോലെ തന്നെ അതിൻ്റെ വർക്ക് ഡണ്ണും നിങ്ങൾ എന്ത് ചെയ്യണം, ഡെറിവേഷൻ നിങ്ങൾ ഉറപ്പായും പഠിച്ചിട്ട് പോകേണ്ട ഡെറിവേഷനാണ് ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ. അതിനുശേഷം ഈ ഗ്രാഫ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് എല്ലാ പ്രോസസ്സും ഉണ്ട്. ഐസോ തെർമലുണ്ട്, അഡയബാറ്റിക് ഉണ്ട്, ഐസോ കോറിക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഐസോ കോറിക് കേട്ടോ, ഐസോ കോറിക് പ്രോസസ്സ്. ഓക്കെ, ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം PV ഗ്രാഫിൻ്റെ ഏരിയ എന്താണ്, വർക്ക് ഡൺ ആണ്. അപ്പോൾ ഏറ്റവും ഏരിയ കൂടുതലുള്ള ആൾക്ക് വർക്ക് ഡൺ കൂടുതലായിരിക്കും. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിന് വർക്ക് ഡൺ എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാർനോട്ട് എഞ്ചിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 പ്രോസസ്സുകൾ
എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ അതിൻ്റെ PV ഗ്രാഫും മസ്റ്റായും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകേണ്ടതാണ്. പിന്നീട് വരുമ്പോൾ ഓസിലേഷനാണ്. ഓസിലേഷനകത്ത് വെലോസിറ്റി ഡെറിവേഷൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. ചിലപ്പോൾ ചോദിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആക്സിലറേഷനേക്കാൾ കൂടുതൽ വെലോസിറ്റിയാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ ആ ഡെറിവേഷൻ ഒന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ അല്ലേ മക്കളെ? അതിനുശേഷം ഒരു ഗ്രാഫാണ് നമ്മുടെ എന്താണ് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെയും അതേപോലെ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോകുക. ദെൻ പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലേ, സിമ്പിൾ പെൻഡലത്തിൻ്റെ ടൈം പീരീഡ് ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ആ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. ദെൻ അതിനുശേഷം നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വേവ്സിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഗതി, ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇങ്ങനെ ഇത് തന്നെ ചോദിക്കണമെന്നില്ല, ഈ ഒരു ടൈപ്പ് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്നും വെലോസിറ്റിയും ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇക്വേഷനിൽ നിന്നും ഓരോ ആൾക്കാർ എന്താണെന്ന് അറിഞ്ഞു വെച്ചിട്ട് ആ ഇക്വേഷൻ ചെയ്തുള്ള പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഈ 2 ഇക്വേഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഇതും. ഓക്കെ അല്ലോ മക്കളെ? അതിനുശേഷം അടുത്ത വരുന്നത് സ്റ്റേഷനറി വേവ് ആണ്. സ്റ്റേഷനറി വേവ് എന്താണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ സ്റ്റേഷനറി വേവിൻ്റെ പാറ്റേൺ ആണ് ഈ കാണുന്നത്. നിങ്ങൾ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേഷനറി വേവ് ആണ്. നോഡും ആൻറ്റി നോഡൊക്കെ ഉള്ള ഒരു പാറ്റേൺ ആണ്. ദെൻ ഞാൻ ഒരു സാധ്യത കാണുന്നത് ഓപ്പൺ പൈപ്പാണ് ചോദിക്കാൻ ഞാൻ ഒരു സാധ്യത കാണുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് ഓപ്പൺ പൈപ്പിനകത്തുള്ള സ്റ്റാൻഡിങ് വേവിൻ്റെ ഡെറിവേഷൻ എല്ലാ മക്കളും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇതിങ്ങനെ 1:2:3 എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളുടെ എക്സാമിനേഷന് ചോദിക്കുന്നതാണ്. പിന്നീട് ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്, നമുക്കറിയാം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിനകത്ത് മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് നോക്കിയിട്ട് പോവുക. മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് നോക്കിയിട്ട് പോവുക. അതേപോലെ തന്നെ പോസ്റ്റുലേറ്റ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് നോക്കിയിട്ട് പോവുക. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡവും അതേപോലെ തന്നെ കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്യാസ്, അതായത് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടെമ്പറേച്ചർ. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ എനർജി നമുക്ക് എല്ലാവർക്കും അറിയാം, ½ kVT ആണ്. അപ്പോൾ ഒരു വൈബ്രേഷൻ്റെ എനർജി എന്ന് പറയുന്നത് kVT ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ മക്കളും നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് തകർത്ത് എക്സാമിനേഷൻ എഴുതാം മക്കളെ. അപ്പോൾ നമുക്ക് നമ്മുടെ കലാശക്കൊട്ടിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.